പുതിയ താർ റോക്സ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ, എടുത്താലോ വണ്ടി? ഇപ്പോൾ ഡോറിന് എണ്ണം കൂട്ടിയതുകൊണ്ട് ഫാമിലി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല, റോഡിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഗംഭീര റോഡ് പ്രസൻസ് ആണ്, അറിയാലോ. അല്ലെങ്കിൽ വേണ്ട, ഈ നമുക്ക് ജിമ്നി നോക്കിയാലോ? ജിമ്നി ആകുമ്പോഴത്തേക്കും ഒരു 3-4 ലക്ഷം രൂപ ഇപ്പോൾ കമ്പനി കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ജിമ്നി നോക്കിയാലോ? അല്ലെങ്കിൽ പെട്രോളും ഡീസലും വേണ്ട, നമുക്ക് ഇ വി പിടിച്ചാലോ? ഇ വി ആകുമ്പോഴത്തേക്ക് വണ്ടിക്ക് കുറച്ച് വില കൂടുതലാണെന്നുണ്ടെങ്കിലും കുറച്ച് പൈസ നമുക്ക് പെട്രോളിൻ്റെ ഇനത്തിൽ ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ നമ്മളെ മുടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പ്രീമിയം കാർ ഇറക്കിയാലോ? ഈ ബി എമ്മും ബെൻസും ഒക്കെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ഫീലാണ്. എന്നാൽ പിന്നെ സെക്കൻഡ് ഒരു ബി എം എടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, പഴയ വണ്ടിയല്ലേ. നമുക്ക് ഇപ്പോൾ പുതിയ വണ്ടികൾ ഇഷ്ടംപോലെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു വണ്ടി നോക്കിയാലോ? ഇങ്ങനെ പല പല ചിന്തകളാണ് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ വന്ന് അടിയുന്ന എവിടെയാണെന്നറിയോ? അത് പണത്തിൽ തന്നെയാണ്. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ പണം എന്ന് മാറ്റിയിട്ട് ലോണിലേക്കാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇപ്പം ഒറ്റയടിക്ക് 15 ലക്ഷമോ 20 ലക്ഷമോ ഒന്നും എടുത്ത് ഒറ്റ പർച്ചേസിൽ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ലോൺ ആണല്ലോ. ഈ ലോണിന്റെ കാര്യം പറയുമ്പോഴത്തേക്കേ, ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 അല്ലെങ്കിൽ ഒരു 40,000 രൂപ പിടിച്ചോ, 40,000 രൂപ സാലറി ഉണ്ട്. ഒരു കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എം എത്ര രൂപ വരും? ഒരു 13,000 പോട്ടെ, ഒരു 15,000 രൂപ വരുമായിരിക്കും അല്ലേ? അപ്പോൾ 40,000 രൂപ സാലറി ഉണ്ട്, ഒരു 15,000 രൂപ ഇ എം ഐ അങ്ങോട്ട് അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും ബാക്കി ഒരു 25,000 രൂപയുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് 25,000 രൂപ ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കാർ എടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ല, അല്ലേ? ഈ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ ലോണിൽ കാർ എടുക്കുന്നത്. അതൊരു വലിയ ട്രാപ്പാണെന്നുള്ള കാര്യം നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ബുദ്ധിമാനും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ എടുത്തയാട് തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ആയിരിക്കും. ഒന്നുമല്ല, നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്നത്. കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ജീവിതം നമുക്ക് ഇങ്ങനെ തലക്കിട്ട് അടി തരുന്നത്. അപ്പോഴേക്കും നമ്മൾ പുറകിലോട്ട് ചിന്തിച്ച് നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയത്ത് നമ്മളെങ്കിലും രണ്ടാൾക്കാരോട് പറഞ്ഞു കൊടുക്കണമല്ലോ, എടാ മോനെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ കാറ് വാങ്ങുന്ന ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ത്രില്ലിങ് പീരീഡ് ആണ്. അതായത് നമ്മൾ ആ ഒരു പുതിയ കാർ, അതിൻ്റെ ഒരു ഫീല് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട് സുഖം ഉണ്ടല്ലോ. ആ ഒരു, അതായത് അത്രയും കാലം ചിലപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അന്നേരം നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ബസ്സൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പുച്ഛമായിരിക്കും. കണ്ട് നോക്കടാ, എൻ്റെ വണ്ടി നോക്കടാ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ ഒരു വർഷം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നറിയോ? ഈ ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഉണ്ടായിരുന്ന ചിലവുകളായിരിക്കത്തില്ല ഈ അടുത്ത വർഷത്തേക്ക് വരുന്നത്. അത് ഉറപ്പാണ്. നിങ്ങളിനി എങ്ങനെയൊക്കെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്താൽ പോലും നമ്മുടെ ഓരോ വർഷം നമ്മൾ മുമ്പോട്ട് പോകും തോറും നമ്മുടെ ചിലവുകൾ കൂടി വരുത്തേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കം പറയുവാണെങ്കിൽ നമ്മുടെ ചിലവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, ലോണൊക്കെ അടച്ച് പോകുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആയി തുടങ്ങും. കാര്യം നമ്മുടെ ഈ കാറിൻ്റെ ഇ എം ഐ ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഒന്ന് മുട്ടി നിൽക്കും. ബഡ്ജറ്റും കൂടി ഇങ്ങനെ, അതായത് വരവും ചിലവും കൂടി ഇങ്ങനെ ഏതാണ്ട് മുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരും. പിന്നെ 4-ാമത്തെ വർഷം, 5-ാമത്തെ വർഷം, 6-ാമത്തെ വർഷം, 7-ാമത്തെ വർഷം, പൊതുവേ 7 വർഷമാണല്ലോ ഈ കാറിൻ്റെ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാർ 5 വർഷത്തേക്ക് എടുക്കും. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ 7 വർഷമായിരിക്കും ഒരു കാറിൻ്റെ ഈ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ 1-ാമത്തെ വർഷത്തെ ത്രില്ല് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാനസികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സാലറി, തുടക്കത്തിലെ സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയാണെന്ന് വെച്ചോ. ഈ 10,000 രൂപ ഉള്ള സമയത്ത് നമ്മൾ അതിനകത്ത് നിന്ന് പ്ലാൻ ചെയ്യും, കറക്റ്റ് അല്ലേ? പിന്നീട് അങ്ങോട്ട് കൂടി 20,000, 30,000, 50,000, 1 ലക്ഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അത്രയും ചിലവുകളായിരിക്കും വരുന്നത്. പിന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ട് എത്തിക്കും. അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ വലിയ കെണിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 10,000 രൂപ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, എന്തായാലും ഇത്ര ലോണൊക്കെ ഉള്ളൂ, ഇനി അങ്ങോട്ട് സാലറി കൂടുമ്പോഴത്തേക്കും ബാക്കിയൊക്കെ അടഞ്ഞു പൊക്കോളുമല്ലോ. അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങോട്ട് പോകും തോറും നമ്മുടെ ചിലവുകൾ ചിലപ്പം കൂടുന്നത് ചിലപ്പോൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലേ, നമ്മൾ ഒരു കാർ പുതുതായിട്ട് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് സെലിബ്രിറ്റീസൊക്കെ അവരവരുടെ പുതിയ പ്രീമിയം കാറ് അവരുടെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമുക്കും അതുപോലൊക്കെ എടുക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ അധ്വാനിക്കണം. അപ്പോൾ ഈ അധ്വാനിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമുക്ക് നല്ലൊരു ശമ്പളമുണ്ട്. ഓക്കെ, അതിലുപരി നമ്മൾ ഈ ഒരു ലോൺ ട്രാപ്പിലേക്ക് പലപ്പോഴും ചെന്ന് പെടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ,
നമ്മൾ ഒരു കാർ എടുക്കാൻ കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളൊരു കാർ എടുക്കേണ്ടത് കൃത്യമായിട്ട്, അതായത് നമുക്ക് ഒരു പ്രശ്നവും വരാതെ, നമ്മുടെ ബഡ്ജറ്റിൽ ഒരു കുഴപ്പവും വരാതെ നമുക്ക് എങ്ങനെ കാർ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഇതൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ഇത് നമ്മുടെയൊക്കെ ജീവിതാനുഭവം വരുന്ന സമയത്താണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്, ഓ എടുക്കണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൂൾ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ എമൗണ്ട്, അതായത് ടാക്സ് അതുപോലെ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയൊരു തുക വരുമല്ലോ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് 10 ലക്ഷം രൂപയുടെ ഒരു കാറാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചു. ഓക്കെ, അതിൻ്റെ 20% തുക നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് വേണം. അതായത് 10 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോഴേ അതിന്റെ 20% എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഒന്നെങ്കിൽ മിക്ക ആൾക്കാർ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡൗൺ പേയ്മെന്റ് ഒന്ന് ഒപ്പിച്ചെടുക്കുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോൾ അതും അങ്ങനെ ചെയ്യരുത്, അതും ഒരു ലോൺ തന്നെയാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ഈ കാറിന്റെ EMI അടയ്ക്കണം, പിന്നെ ഈ ഗോൾഡിന്റെ പൈസ നിങ്ങൾ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ സർപ്ലസ് ആയിട്ട് നിങ്ങളുടെ ഒരു സേവിങ്സ് ആയിട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയുടെ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്, അതായത് വാങ്ങുന്ന കാറിന്റെ മൊത്തം തുകയുടെ 20% നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്, അതായത് മൊത്തം ലോണിന്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ 4 വർഷം ഫിക്സ് ചെയ്തേക്കുന്നത് അറിയോ? അപ്പോൾ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചടച്ചാൽ മതി. പൊതുവേ 7 വർഷത്തേക്കൊക്കെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ 4 വർഷത്തേക്ക് ചുരുക്കുക. പിന്നെ ഈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രിസിയേഷൻ അസറ്റ് ആണല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കാർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 11 ലക്ഷത്തിന് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അതിൽ നിന്നും ചിലപ്പോൾ 1-2 ലക്ഷം കുറച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സമയം മുമ്പോട്ട് പോകുന്നതോറും കാറിന്റെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ശമ്പളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു 50,000 രൂപ സാലറി ഉണ്ട്, അതിൻ്റെ 10% മാത്രമേ EMI വരാനായിട്ട് പാടുള്ളൂ. അതായത് 50,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ അതിന് 10% എന്ന് പറയുമ്പോൾ 5,000 രൂപ മാത്രമേ EMI വരാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ മാത്രമേ നിങ്ങൾക്ക് EMI ആയിട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണോ നമ്മൾ കാർ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 50,000 രൂപ നിങ്ങൾക്ക് സാലറി കാണും, നിങ്ങൾ വിചാരിക്കും ഓക്കെ 15,000 രൂപയല്ലേ ആ വോട്ട്, അങ്ങനെ വിചാരിക്കും. പക്ഷേ നമ്മളൊരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബഡ്ജറ്റ് ക്രമീകരിക്കുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മുടെ കാര്യം ഒന്നും അങ്ങനല്ല അല്ലേ? 10% ഒന്നും അല്ല, ചിലപ്പോൾ 30%, 40%, ചിലപ്പോൾ 50% വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാറിന്റെ EMI നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുമ്പോട്ടുള്ള വർഷങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ ചിലവുകൾ ഇങ്ങനെ കൂടി വരും. അപ്പം നമുക്ക് ഈ ഒരു EMIയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചിലവുകളും കൊണ്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടം തൊട്ട് പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയായിരിക്കും. അതായത് അത്രയും നാളും നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് പെട്ടെന്നായിരിക്കും അങ്ങോട്ട് ചേഞ്ച് ആകാനായിട്ട് പോകുന്നു. ഓക്കെ, ഇനി ഇത് കൂടാതെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിലവുകളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ തീർന്നു. അവിടുത്തെ കല്യാണം, ഇവിടുത്തെ കല്യാണം, മറ്റേടുത്ത പാല് കാച്ചി, അങ്ങനെ കുറേ അധികം ചിലവുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ സബാഷ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നാണ് അങ്ങനെ പോയി നമ്മൾ ഒരു കടക്കണിയിലേക്കൊക്കെ പോകേണ്ടി വരും. ഓക്കെ, മോർ ഓവർ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു മാസത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് കേട്ടോ. അതായത് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പൈസയും കൊടുത്ത് ചിലവാക്കുക എന്നല്ല പറയുന്നത്. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാസത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. അതായത് നമുക്കൊരു മാസം ഒരു 4 സിനിമയെങ്കിലും കാണണം. ഇപ്പോൾ ഒരു 4 സിനിമയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1000 രൂപയൊക്കെ നമുക്ക് ചിലവ് വരും. അതും വെറുതെ കണ്ടാൽ പോരാ, നമുക്ക് അത്യാവശ്യം പോപ്കോണോ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വേണം സിനിമ കാണാനായിട്ട്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ നമുക്ക് മാസം ഒരു 1-2 ട്രിപ്പ് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ചിലവുണ്ട്, അതും നമ്മൾ കണക്കാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള. പിന്നെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കണം. അതായത് നമുക്ക് ഇത്ര ബഡ്ജറ്റിനകത്ത് നമ്മൾ നിർത്തി നമ്മൾ എല്ലാ മാസവും അടിച്ചു പൊളിക്കണം. ഇപ്പം എന്താ പ്രശ്നം അറിയോ? നമ്മൾ ഈ കാറും കാര്യങ്ങളും, അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്ങിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസരം വരുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ സിനിമ കാണുക, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ട്രിപ്പ് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത്രയും സന്തോഷകരമായ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കാറെന്ന് പറഞ്ഞ ഒരു സാധനം എടുത്ത് നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടിടുന്നത്. ഓക്കെ, ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ റൂൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയോ. ഇപ്പോൾ ഇതിന് പറയുന്നത് 24-10 എന്നാണ് കേട്ടോ. അതായത് 20% ഡൗൺ പേയ്മെന്റ് വേണം,
4 വർഷത്തേക്കായിരിക്കണം അതിൻ്റെ ഈ ആ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ, ആ ലോണിൻ്റെ കാലയളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ സാലറിയുടെ 10% മാത്രമേ EMI വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ല എനിക്കിപ്പോൾ 50,000 രൂപ സാലറി ഉണ്ട്, എനിക്ക് എൻ്റെ ചിലവുകളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇത്ര രൂപ പൈസ എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ പിന്നെ അതെനിക്ക് EMI ആയിട്ട് അങ്ങ് അടച്ചു പോയാലും എനിക്കൊരു കാർ സ്വന്തമായിട്ട് കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര പൈസയാണോ മിച്ചം വരുന്നത് ആ പൈസ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു SIPയിലേക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ SIP ആണെന്നുണ്ടെങ്കിൽ മാസം മാസം കട്ടായി പൊക്കോളും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതൊന്നും അല്ല, എനിക്ക് വണ്ടി വേണം, എനിക്ക് ഈ ലോണ് EMI അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ ഹൃദയം പറയുന്നത് എനിക്ക് കേൾക്കണം, ആ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്ന ഒരാൾ, ആ ആൾ അയാൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതായത് പൈസ വരും പോകും, അങ്ങനത്തെ ഒരു അച്ചടക്കമൊന്നും ഇല്ലാതെ ലോണുകളൊക്കെ എടുത്ത് കൂട്ടുക, വണ്ടി എടുത്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കേട്ടോ. ആ മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു 100 പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ ആ ആളുടെ അവസ്ഥയാണ്, ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ അടുത്ത വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.